വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീരഞ്ജിനി സുസ്മിതയും കൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ശാലിനിയെ തടയുകയാണ്. എന്നിട്ട് ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ ബാഗിൽ നിന്നും ഒരു ₹1 നാണയം എടുത്ത് സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ്. ദേ ഈ നാണയം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാമയും സുസ്മിതയും ഒക്കെ ഓർക്കുന്നുണ്ട്. അന്ന് വിഷ്ണു പൈസയ്ക്കായിട്ട് പ്രമാണം കൊടുത്ത പൈസയ്ക്കായിട്ട് വന്നപ്പോൾ ₹1 തറയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സുസ്മിത തറയിലേക്ക് ശാലിനിക്ക് ഇട്ട് കൊടുത്തിട്ട് വഴിച്ചെലവിന് വച്ചോ എന്നും പറഞ്ഞ് കൊടുക്കുന്നത്. അന്നേരം സുസ്മിത ആകെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ സത്യഭാമയും അങ്ങ് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി സുസ്മിതയുടെ കൈ ഇങ്ങോട്ട് പിടിച്ച് കയ്യിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, ഇത് ഞാൻ നിനക്ക് തരികയാണ്, വച്ചോ വഴിച്ചെലവിന്, ഇനി ഇങ്ങോട്ടത്തേക്ക് നിനക്കൊരു മടങ്ങി വരെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് കൈ നിവർത്തി ആ കയ്യിലേക്ക് ₹1 നാണയം വെച്ച് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറേ നേരം ശാലിനി ഇങ്ങനെ സുസ്മിതയെ നോക്കി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിൽ. അന്നേരം വിഷ്ണുവും അങ്ങ് സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഭാമയും രാഘവൻ നായർ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് പിടിച്ച് കയറ്റവിള എന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ കോൺസ്റ്റബിൾ സുനിത സുസ്മിതയെ പിടിച്ചുകൊണ്ട് ശ്രീരഞ്ജിനിയുടെ കാറിൻ്റെ പുറകിലെ ജീപ്പിലേക്ക് സുസ്മിതയും കയറ്റി അവർ സുസ്മിതയും കൊണ്ട് പോവുകയാണ്. തുടർന്ന് ഒരു ദീർഘശ്വാസം ഇട്ടിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഹാവു അങ്ങനെ ഒരു മാറാവ്യാധി ഒഴിഞ്ഞു കിട്ടിയെന്ന്. അന്നേരം ഭാമയുടെ മുഖത്ത് ദേഷ്യമൊക്കെയാണ്. പക്ഷേ ഭാമ വിഷ്ണുവിനെ ശാലിനിയും ഒക്കെ നോക്കിയിട്ട് ഒന്നും പറയാതെ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് വിഷ്ണുവിനാണെങ്കിൽ അങ്ങ് നന്നായിട്ട് ചിരിയും സന്തോഷവും ഒക്കെ വരികയാണ്. അത് രാഘവൻ നായരുടെ മുമ്പിൽ വിഷ്ണു പ്രകടിപ്പിക്കുന്നുമുണ്ട്. തുടർന്ന് അവിടെ ഉണ്ടായ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വിഷ്ണുവിനെ കൊണ്ട് ശാലിനി ശാരദാമ്മയെ വിളിപ്പിക്കുകയാണ്. പക്ഷേ കിട്ടുന്നില്ല. ഇതേസമയം ശാരദാമ്മ ശാലിനി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ശാലിനിയുടെ ഫോൺ വെല്ലടിക്കുമ്പോൾ അമ്മയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം താൻ എടുക്കുമെന്ന് പറഞ്ഞ് ശാലിനി എടുക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അമ്മ എത്ര നേരമായിട്ട് വിളിക്കുന്നു, അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരിക്കുന്നു, ഇവിടെ കുറേ വിശേഷങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ പക്ഷേ ശാരദാമ്മ ആകെ ടെൻഷനിലാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം പറയുന്നത് മോള് കേക്ക് എന്ന് പറയുമ്പോൾ എന്താ അമ്മയെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് മരിച്ചിട്ടില്ല, രോഹിത് ജീവനോടെ ഉണ്ട്, ഞാൻ അവനെ കണ്ടു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ആകെ അന്തം വിടുന്നുണ്ട്. ശാലിനി സ്പീക്കറിലല്ല ഫോൺ ആദ്യം സംസാരിക്കുന്നത്. അന്നേരം രോഹിത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താടോ എന്നിങ്ങനെ വിഷ്ണുവും വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം രോഹിത് മരിച്ചിട്ടില്ല, അമ്മ കണ്ടു എന്ന്. അന്നേരം താൻ സ്പീക്കറിലിട് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ വിഷ്ണുവേട്ടനെ അടുത്തുണ്ട്, ഞാൻ സ്പീക്കറിലിടാമെന്ന്. തുടർന്ന് സ്പീക്കറിൽ സംസാരിക്കുമ്പോൾ ശാരദാമ്മ എവിടെ വെച്ച് രോഹിത്തിനെ കണ്ടു എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം അടിവാരത്തുള്ള സെറ്റിൽമെൻറ്റ് കോളനിയിൽ വെച്ചാണ് ഞാൻ കണ്ടത്. മാസങ്ങളായിട്ട് രാജ്യമ്മയുടെ കുടിയിൽ ചികിത്സയിലായിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അവന് ബോധം വീണത് എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യമ്മയുടെ ചികിത്സയിൽ അതൊക്കെ പോയി, പക്ഷേ പൂർണ്ണ ആരോഗ്യവാനായിട്ടില്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് രോഹിത് പറഞ്ഞോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ്, സുസ്മിത അവനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത് തന്നെയാണ് എന്ന് പറയുമ്പോൾ അങ്ങ് വിഷ്ണുവിൻ്റെയും കണ്ണൊക്കെ ശാലിനിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം അവർക്കങ്ങ് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, രോഹിത്തിനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം, ആ സുസ്മിതയ്ക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് വിജയൻ ഫോട്ടോയൊക്കെ കാണിച്ച് അവിടെ അന്വേഷിച്ച് വന്നതും ആ ചന്ദ്രബോസുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം പോലീസ് എന്തിനാ രോഹിത്തിനെ കൊല്ലാൻ നടക്കുന്നതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, പോലീസല്ല സുസ്മിതയാണ്, അതിന് ആരൊക്കെയോ കരുക്കളാകുന്നു, അവൾക്ക് വേണ്ടി ആരൊക്കെയോ ചെയ്യുന്നതാണ്, അത് ആരാണെന്ന് ആ വിജയൻ എന്ന പോലീസുകാരനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്നിങ്ങനെ വിഷ്ണു അങ്ങ് വാശിയോടെ പറയുമ്പോൾ പക്ഷേ അതൊന്നും നടക്കില്ല മോനെ എന്ന് ശാരദാമ്മ പറയുകയാണ്. രോഹിത് രാജ്യമ്മയുടെ കുടിയിലുണ്ടെന്ന് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, 1-2 തവണ വിജയൻ ആ കുടിയിലേക്ക് കയറി വന്നതാണ്, ഇപ്പോൾ അവർക്ക് എന്തോ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവുകളാണ് കിട്ടിയതെന്ന്. അന്നേരം വിജയനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ബോസാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണെന്ന് പറയുമ്പോഴാണ് ആ ചന്ദ്രബോസിനെ കുറിച്ച് വിഷ്ണു ശാലിനി ഓർക്കുന്നുണ്ട്. സുസ്മിതയുടെ ചിറ്റപ്പനാണല്ലോ, പക്ഷെ ശാരദാമ്മ അത് അറിയുന്നില്ല സുസ്മിതയുടെ ചിറ്റപ്പനാണെന്നുള്ളത്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ആ ചന്ദ്രബോസിനെ ആ ബോസിനെ ഞാനിന്ന് കണ്ടു സ്റ്റേഷനിൽ ആ പ്രീതിയുടെ കേസിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഞാൻ സംഭവങ്ങളൊക്കെ പറഞ്ഞു, അറിയാതെ എൻ്റെ നാവിൽ നിന്നും അതൊക്കെ വീണ് പോയി, അയാൾ ആ സെൽഫിയൊക്കെ കാണിച്ചു എന്നൊക്കെ ആ സംഭവങ്ങളൊക്കെ ശാരദാമ്മ വിഷ്ണുവിനോട് ശാലിനിയോടും പറയുകയാണ്.
ഇനി ഒരു വട്ടം കൂടി ആ വിജയൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രോഹിത്തിന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ടില്ല. രാജ്യമ്മയുടെ കുടി മൊത്തം അപകടത്തിലാണ്. ഇപ്പോൾ ശാരികയും അവിടെ ഉണ്ട്, അവളും അപകടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇത് എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ സിഗ്നൽ ഒന്നും കിട്ടിയില്ല. ഞാൻ കുറേ തവണ നിങ്ങൾ രണ്ടുപേരുടെയും ഫോണിലേക്ക് മാറി മാറി വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പിന്നെ വിജയൻ അവനെ 1-2 തവണ ആദ്യമൊക്കെ പരിശോധനയ്ക്ക് വന്നതാണ്. അപ്പോഴൊന്നും രോഹിത്തിനെ കണ്ടെത്തിയില്ല. അപ്പോൾ പിന്നെയും കണ്ടുപിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ ഈ ചന്ദ്രബോസ് എല്ലാം വിജയനോട് വിളിച്ചു പറഞ്ഞു കാണും, അവിടെ മൊത്തം അപകടമാണ്, എനിക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ കഴിയുമെന്ന് ശാരദാമ്മ പറയുകയാണ്. അങ്ങനെ ശാരദാമ്മ പേടിക്കണ്ട, ഞാൻ കൂടി വരാമെന്ന് പിന്നെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം എനിക്ക് കാത്തു നിൽക്കാനും സമയമില്ല, എൻ്റെ മോളും അവിടെയാണ്, എനിക്ക് അവിടെ പോയേ പറ്റൂ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും കൂടി. അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ്. അമ്മ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് വിഷ്ണുട്ടാന്നും പറഞ്ഞ് പിടിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിലോ എന്തോ തീരുമാനിച്ച് ആലോചിച്ച് പോലെ നിൽക്കുകയാണ്. അപ്പോൾ വിഷ്ണു പോവുക തന്നെ ചെയ്യും രാജ്യമ്മയുടെ കുടിയിലേക്ക്. ഇതേസമയം രാജ്യമ്മയുടെ കുടിയിൽ പവിഴം വരാത്തതിൽ നോക്കിയിരിക്കുകയാണ്. അന്നേരം ഈ പെണ്ണിത് എവിടെ പോയോ എന്തോന്ന് രാജ്യമ്മ പറയുമ്പോൾ അന്വേഷിക്കണ്ടേ എന്ന് ശാരിക ചോദിക്കുകയാണ്. കൂടെ രോഹിത്തും ഉണ്ട്. അന്നേരം അവരുടെ അടുത്ത അകന്നൊരു ബന്ധത്തിലുള്ള ഒരു മാമി ഇവിടെ ഉണ്ട്, അവിടെയും ചിലപ്പോൾ ഇവള് പോകും, സഹായത്തിന് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പക്ഷിയുടെ ഒരു പിന്നെ വിളി കേൾക്കുകയാണ്. അന്നേരം കുത്തിച്ചൂടൻ്റെ കൂവലാണല്ലോ എന്നിങ്ങനെ രാജ്യമ്മ പറയുമ്പോൾ കുത്തിച്ചൂടനോ എന്നിങ്ങനെ ശാരിക ചോദിക്കുകയാണ്. അന്നേരം ചില സ്ഥലങ്ങളിൽ കാലം കോഴിയെന്ന് പറയും. ഈ പക്ഷിയുടെ കൂവല് കേട്ട് കഴിഞ്ഞാൽ പിന്നാലെ ഊരിൽ ഒരു മരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നേരത്തെ മരണം മുൻകൂട്ടി അറിയിക്കുന്നതാണ്. ആരുടെ മരണം കൊണ്ടുപോകാനാണ്, ആരുടെ കഴുത്തിലാണോ കാലം കുരുക്കിട്ടിരിക്കുന്നത് എന്നൊക്കെ രാജ്യമ്മ പറയുമ്പോൾ രോഹിത്തും പേടിക്കുന്നുണ്ട്, ശാരികയും പേടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ശാരദാമ്മ വന്ന് അവിടെ വാതിൽക്കൽ മുട്ടുന്നത്. ശാരദാമ്മ കഥ ഇങ്ങനെ തട്ടുന്നത്. അന്നേരം ആ പെണ്ണായിരിക്കും. നിങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രാജ്യമ്മ എഴുന്നേൽക്കുകയാണ്. തുടർന്ന് രാജ്യമ്മ വന്ന് കതവ് തുറക്കുമ്പോൾ എന്താ ശാരദാമ്മ പെട്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം വരേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു, അവരെവിടെ രോഹിത്തും ശാരികയും ചോദിക്കുമ്പോൾ അവരെ അകത്തുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് രാജ്യമ്മയെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ഓടി അങ്ങ് ശാരദാമ്മ അകത്തേക്ക് കയറുകയാണ്. പിന്നാലെ രാജ്യമ്മ കതവങ്ങ് അടയ്ക്കുന്നുണ്ട്. വെപ്രാളത്തോടു കൂടി ശാരദാമ്മ ചെല്ലുമ്പോൾ എന്താന്നിങ്ങനെ തിരക്കുകയാണ് രാജ്യമ്മയും ശാരികയും ഒക്കെ. അന്നേരം വരേണ്ട അത്യാവശ്യമുണ്ട്, രോഹിത്തിനെ അന്വേഷിച്ച് വരുന്നവർ ഉടൻ തന്നെ ഇവിടെ എത്തും, രോഹിത്ത് ഇവിടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു. CI ചന്ദ്രബോസ് ആണ് ബുള്ളറ്റ് വിജയൻ എന്ന പോലീസ് കോൺസ്റ്റബിളിനെ ഇങ്ങോട്ടത്തേക്ക് അയച്ചത്. ആ ചന്ദ്രബോസിനെ ഞാനിന്ന് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ രോഹിത് അങ്ങ് ആകെ പേടിച്ചിരിക്കുകയാണ്. ശാരികയും രാജ്യമ്മയും ഒക്കെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനെ കണ്ട കാര്യവും അവിടെ പറഞ്ഞ സംഭവങ്ങളും ഒക്കെ ശാരദാമ്മ ഇവർ 3 പേരോടും പറയുന്നുണ്ട്. ബോസ് ഏർപ്പെടുത്തുന്ന ഗുണ്ടകളോ ഏത് നിമിഷവും ഇവിടെ എത്താം, രോഹിത്തിനെ ആക്രമിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് പറയുമ്പോൾ രോഹിത്ത് തൻ്റെ ആ വടിയും കുത്തിപ്പിടിച്ച് എഴുന്നേൽക്കുകയാണ്. അന്നേരം രോഹിത്ത് വീഴാനൊക്കെ പോവുകയാണ്. എന്നിട്ടും ശാരദാമ്മ പിടിക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് പറയുകയാണ്, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, വെറുതെ നിങ്ങളും കൂടി ശിക്ഷിക്കപ്പെടണ്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാനാണ്, അതേ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇരുട്ട് വീഴും. ഒത്ത കാടിന് നടുവിലാണ് ഞങ്ങൾ. പിന്നെ രക്തലേപന ചികിത്സ കഴിഞ്ഞ ഒരാൾക്ക് 100 അടി തികച്ച് നടക്കാനായിട്ട് സാധിക്കില്ല, ഈ കാടിൻ്റെ പുറത്ത് കടക്കാനേ സാധിക്കില്ല. അങ്ങനെ കടക്കാനായിട്ട് ശ്രമിച്ചാൽ ചിലപ്പോൾ രക്തം ഛർദ്ദിച്ച് നീ മരിക്കുക തന്നെ ചെയ്യും. പിന്നെ കാടിൻ്റെ ഉള്ളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കാട്ടാനകളും കരടിയും ഒക്കെ ആയിരിക്കും ചന്ദ്രബോസിൻ്റെ ഗുണ്ടകൾ ചെയ്യേണ്ട പണി ചെയ്യേണ്ടി വരിക എന്നൊക്കെ രാജ്യമ്മ പറയുമ്പോൾ അങ്ങനെ ഒരു വിധി എനിക്കുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് അനുഭവിച്ചു കൊള്ളാം. പിന്നെ ആ രക്തരക്ഷസിൻ്റെ മുഖംമൂടി എല്ലാവരുടെയും മുമ്പിൽ വലിച്ചു കീറാൻ സാധിക്കാതെ പോകും, അതെൻ്റെ ഒരു വിധിയായിട്ട് ഞാൻ കരുതിക്കോളാം എന്നൊക്കെ അങ്ങ് രോഹിത് സങ്കടത്തോടെ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അങ്ങനെ ഒരു വിധിക്കും മോനെ വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. അത് മോൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഉണ്ട് രാജ്യമ്മയും, നമ്മളൊരു നാട് മുഴുവൻ മോൻ്റെ ഒപ്പമുണ്ട്. സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം, അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെ ദൈവം മോനെ ഒറ്റയ്ക്ക് കൊല്ലാനാണ് വിധി എന്നുണ്ടെങ്കിൽ ഈ 3 മാസത്തോളം കാലം മോൻ്റെ ജീവൻ എന്തിനാണ് പിടിച്ചു നിർത്തിയത്? സത്യം മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും എന്നൊക്കെ അങ്ങ് ശാരദാമ്മ ധൈര്യത്തോടു കൂടി പറയുകയാണ്. അവസാന ശ്വാസം വരെയും നമ്മൾ സത്യത്തിന് വേണ്ടി പൊരുതുക തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ നന്മയുള്ളവരൊക്കെ ലോകത്ത് എന്തിനാണ് ദൈവം സൃഷ്ടിച്ചു വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ശാരദാമ്മയെന്നും പറഞ്ഞ് രോഹിത്ത് നിൽക്കുകയാണ്.
അസത്യവും അനീതിയും ഒക്കെ ഭൂമിയിൽ പെരുകുമ്പോൾ ഒരു അവതാരം ഭൂമിയെ രക്ഷിക്കാനും ജനങ്ങളെ രക്ഷിക്കാനുമായിട്ടുണ്ടാകുമെന്ന് മോൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അവതാരം ഇവിടെ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നിങ്ങനെ നെഞ്ചിൽ കൈവച്ച് ആത്മവിശ്വാസത്തോടു കൂടി ശാരദാമ്മ പറയുകയാണ്. ശാരദാമ്മ പറയുന്നത് വിഷ്ണുവിനെ തന്നെയാണ്. ഇതേസമയം വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. ആ അടിവാരത്തെ മല ചെരുവിലെ റോഡിലൂടെ തൻ്റെ ജീപ്പ് ഓടിച്ച് വിഷ്ണു ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനായിരിക്കാം ആ ജീപ്പ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് എത്തപ്പെട്ടതും പിന്നെ വില്യംസ് വന്ന് പിന്നെ എന്തിനാണ് മൂന്നാറിൻ്റെ കഥയൊക്കെ ജീപ്പിനെ കുറിച്ചുള്ള കഥയൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് വാങ്ങിക്കൊടുത്തതുമൊക്കെ. അപ്പോൾ ആ വിഷ്ണു ആ ജീപ്പുമായിട്ട് അടിവാരത്തെ സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു മാസ് ട്യൂണൊക്കെ ഇട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഇനി എന്ത് ചെയ്യാനാ ശാരദാമ്മയുടെ പദ്ധതി എന്നിങ്ങനെ രാജ്യമ്മ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയുടെ വീടിൻ്റെ വാതിൽ വീണ്ടും ആരോ വന്ന് തട്ടുകയാണ്. അന്നേരം ആയിരിക്കും എന്നും പറഞ്ഞ് ശാരദാമ്മ ചാടി എഴുന്നേൽക്കുമ്പോൾ വേണ്ട, ഞാൻ നോക്കാം, ഇനി വരുന്നത് വിജയനോ മറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് രാജ്യമ്മ വാതിൽക്കൽ അടുത്തേക്ക് വരികയാണ്. അന്നേരം ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനാ രാജ്യമ്മയെന്ന് പറയുകയാണ്. പക്ഷെ അത് വിജയനാണ് സംസാരിക്കുന്നത്. പക്ഷേ സംസാരം പെട്ടെന്ന് രാജ്യമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. ഒരടഞ്ഞ ശബ്ദത്തോടു കൂടിയാണ് പറയുന്നത്. അന്നേരം ആരാ, വിഷ്ണുമോനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണ് എന്ന് വിചാരിച്ച് രാജ്യമ്മ വാതിൽ തുറക്കുമ്പോൾ കുറെ ഗുണ്ടകളും വിജയനുമാണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് വാതിൽക്കൽ. അന്നേരം രാജ്യമ്മ ആകെ പേടിച്ച് നിൽക്കുകയാണ്. പിറകെ ശാരദാമ്മയും. അന്നേരം എന്താ വിജയം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വീടൊന്ന് പരിശോധിക്കണം എന്ന് പറയുകയാണ്. അന്നേരം പേടിയോടുകൂടി തന്നെ രാജ്യമ്മ പറയുന്നുണ്ട്, പറ്റില്ല, ഇവരൊക്കെ ആരാണ്, എൻ്റെ വീട് പരിശോധിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം വിജയനും ഗുണ്ടകളും കൂടി മുന്നോട്ട് നീങ്ങുകയാണ് അകത്ത് കയറാനായിട്ട്. തുടർന്ന് വിജയൻ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ രാജ്യമ്മ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ മെഡലും മെഡിക്കൽ സേവനത്തിന് കിട്ടിയ പിന്നെ പതക്കവും ഒക്കെ അങ്ങോട്ട് 4 ചുരുക്കി മാറ്റി വെച്ചേര്, ഇവിടെ കിടന്ന പയ്യൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇവിടെ ചികിത്സയ്ക്കുണ്ടായിരുന്ന ആളെവിടെയും ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ വന്ന് ഇങ്ങനെ തോന്നിയാസം കാണിക്കരുതെന്ന്. അന്നേരം അതിന് വിജയ് അകത്തേക്ക് കയറിയ ശേഷം വാതിലടയ്ക്കാനും പറയുകയാണ്. അന്നേരമാണ് ശാരദാമ്മ ഇങ്ങനെ പറയുന്നത്. അന്നേരം മജിസ്ട്രേറ്റ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ പിന്നെ കണ്ടാൽ എന്തു മാന്യയും സത്യസന്ധതയും ഒക്കെയാണ്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ചേർക്കലും സ്വർണ്ണാഭരണ മോഷണവും ഒക്കെ അല്ലേ നിങ്ങളുടെ ജോലി. പോലീസിൻ്റെ ഏർപ്പാട് എങ്ങനെയാണ്, തോന്നിയാസം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസല്ലേ. കണ്ടാൽ ശ്രീകോവിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവതയെ പോലെയൊക്കെ അല്ലേ എന്നും പറഞ്ഞ് ശാരദാമ്മയെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. തുടർന്നും ശാരദാമ്മയുടെ അല്ല രാജ്യമ്മയുടെ ഇവിടെ ചികിത്സയ്ക്കുണ്ടായിരുന്നവർ എവിടെയും ചോദിക്കുകയാണ്. രാജ്യമ്മ ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ അവരെവിടെ പോയി എന്ന് പറഞ്ഞല്ലോ സാറേ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം ആണോ രാജ്യമ്മയും ചോദിക്കുമ്പോഴും രാജ്യമ്മ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ആദ്യം ആ രോഹിത് കിടന്ന മുറിയിലേക്കാണ് അവർ കയറുന്നത്. അവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അന്നേരം വിജയൻ പറയുകയാണ്, എങ്കിൽ ഈ പോലീസുകാരൻ ഒരു മായവിദ്യ കാണിച്ചു തരട്ടെ, ഒരു ജാലവിദ്യ. ഒന്നുമില്ലാത്ത തൊപ്പിക്കുള്ളിൽ നിന്നും ഒരാളെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ പെണ്ണുങ്ങൾ മാത്രമാണ് താമസിക്കുന്നതെന്ന്. ഇവിടെ പെണ്ണുങ്ങൾ മാത്രമാണോ അതോ ആണുങ്ങളുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ശാരിക നിൽക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്. അന്നേരം കൂടെ രാജ്യമ്മയും ശാരദാമ്മയും ഒക്കെ പോകുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ശാരികയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിജയൻ. അതത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ മുറിയിൽ അന്നേരം രോഹിത് ഇല്ല. ഇനി രോഹിത് എങ്ങോട്ട് പോയി മറഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇനിയാണ്. ഇതേസമയം ജീപ്പിൽ വരികയാണ്, ഈ കോളനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷ്ണു. അന്നേരം വിഷ്ണു കുറേ ദൂരം എത്തുമ്പോഴേക്കും റോഡിന് കുറുകെ കുറേ മരക്കഷ്ണങ്ങളും കമ്പും തടിയൊക്കെ വെച്ച് റോഡ് ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. തുടർന്ന് ജീപ്പിൽ നിന്നും ഇറങ്ങി വിഷ്ണു ഇനി ആ ജീപ്പിൻ്റെ പിന്നെ ബോണറ്റിക്കിനെ കൈയൊക്കെ വെച്ച് താളമൊക്കെ അടിച്ച് ഇങ്ങനെ ചുറ്റും ഒക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അവിടെ ഇനി ചിലപ്പോൾ ഒരടി പ്രതീക്ഷിക്കാം. ഇനി വിജയൻ്റെ ഗുണ്ടകളായിരിക്കാം അങ്ങനെയൊക്കെ തടഞ്ഞു വച്ചിരിക്കുന്നത്. അവരെയൊക്കെ തട്ടി മാറ്റി വിഷ്ണു വരുമായിരിക്കും രോഹിത്തിനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. വിഷ്ണു വന്ന് രോഹിത്തിനെ രക്ഷിച്ചു കൊണ്ടുപോകും. ഇനി നുണപരിശോധനയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഇന്നലെ കണ്ട എപ്പിസോഡ് സ്വപ്നമൊന്നുമല്ല, ഒറിജിനൽ തന്നെയാണ്. സുസ്മിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാളെ നുണപരിശോധനയുമാണ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക്